ഏവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ദക്ഷിണായനകാലം, കാർത്തിക മാസം, കൃഷ്ണപക്ഷ ഷഷ്ടി, ഗുരുവാരവും കൂടിയായ ഇന്ന് പൂയ നക്ഷത്രതി. ഏവർക്കും സർവൈശ്വര്യവൃദ്ധി ഉണ്ടാകട്ടെ. ഓം നമഃശിവായ. രക്താപമിന്ദു ശകലാഭരണം ത്രിനേത്രം കഡ്വാംഗവാചസൃണി ശുഭ്രകപാലഹസ്ഥം വേദാനനം ചിബുടാന സമർഘയപൂഷം രക്താംഗരാഗസുമാംശകമീശമീഢേ ബിഭ്രദ്ഭോർഭീകുടാരം മൃഗമഭയവരോ സുപ്രസന്നോ മഹേശാ സർവാലങ്കാരദീപ്തസരസിതനിലയോ വ്യാകരചർമാത്തവാസ ദേയോ മുക്താപരാഗാമൃതരസകാലിദ്രിപ്രവ പഞ്ചവത്രത്രക്ഷകോടീരകോടി ഖടിത തുഹിനരോചിഷ്കലാതുംഗമൗലി. ഓം സുവർണലിംഗായ നമഃ. ഈശ്വര സേവ അല്ലെങ്കിൽ ഈശ്വരനെ അറിയുക. നിങ്ങൾ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈശ്വരനെ പരിചയപ്പെടുത്തി തരാം. അതിനുള്ള ഏക മാർഗം മനസ്സിൽ കലയുണ്ടായിരിക്കണം, കാമനകളുണ്ടായിരിക്കണം, പുഞ്ചിരിക്കാനുള്ള മനസ്സുണ്ടായിരിക്കണം, സഹജീവികളോട് കരുണ ഉണ്ടായിരിക്കണം, സമൂഹ പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. ഇതെല്ലാം ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവേശ്വരനെ ദർശിക്കുവാൻ സാധിക്കും. ഭയഭക്തി ബഹുമാനം. അറിയുക എന്നുള്ളതാണ്. താൻ ജീവിച്ചിരിക്കുന്നു എന്ന് തൻ്റെ ഉള്ളിലെ വെറും തോന്നലുകൾ മാത്രമാണ്. ഈ തോന്നൽ ഉളവാക്കുന്നയാളാണ് ഞാൻ. ഈ ഞാൻ എന്ന ബോധത്തെ ഉണർത്തുക എന്നുള്ളതാണ്. ആ ഞാനെന്ന ബോധത്തെ ഉണർത്തിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നമ്മുടെ പുറകെ വരും. അത് ഉണർത്തേണ്ടതായ ചില പ്രക്രിയകളുണ്ട്. അതിൽ ഒന്നാമത്തതാണ് നിത്യം നിലവിളക്ക് തേച്ച് കഴുകി ദീപം തെളിക്കുക. 2 പഞ്ചാക്ഷരി ജപിക്കുക. 2 അഷ്ടപഞ്ചാക്ഷരി ജപിക്കുക. 3 ദ്വാദശ പഞ്ചാക്ഷരി ജപിക്കുക. അതിൻ്റെ ആദ്യത്തെ പടി ഇതാണ്. ഇതങ്ങ് റെഗുലറായിട്ടങ്ങ് ചെയ്തു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വയം ചില മാറ്റങ്ങളെ അറിയാൻ സാധിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നേരത്തെ പറഞ്ഞ അവസ്ഥകൾ ഒന്നുകൂടെ ഉയർത്തിയെടുക്കണം. അപ്പോൾ നമുക്ക് ആനന്ദം ലഭിക്കുവാൻ തുടങ്ങും. രണ്ടാമത്തെ സ്റ്റേജ്. അങ്ങനെ പിന്നീട് ചില പ്രക്രിയകളൂടെ ആരംഭിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഭഗവാനെ കാണുവാൻ സാധിക്കും. ഏവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കരിനീലിയമ്മയും സർവ പടിമാന മക്കളുടെ അനുഗ്രഹാശസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആവും ഹരൈ നമ. ശ്രീ ചണ്ഡാളരൂപായ കുലഗുരു പാതുകാം പൂജയാമി.